ഈ മറ അങ്ങോട്ട് എടുത്തു കളഞ്ഞ് സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ച് കൂടുന്നതിന് യാതൊരു വിരോധവുമില്ല എന്ന് പഠിപ്പിച്ച് ഇപ്പോൾ വമ്പിച്ച നാശം ലോകത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണാൻ പോയിട്ടില്ലല്ലോ കേട്ടത്. ഇന്ന് ഇതേ ഉസ്താദ് ഇരുന്നിട്ട് താലിബാൻ പറഞ്ഞ അതേ സാധനം പറയുന്നു, എന്നിട്ട് ആള് പറയുന്നു ഇതാണ് ഇസ്ലാം എന്നും പറയുമ്പോൾ ഇനി നിങ്ങൾ എന്തിനാ സംശയിക്കുന്നത്? വിട്ടില്ല ഇൻഷാല്ലാ പടച്ചോനെ ഇങ്ങള് കാത്തോളീ എന്നൊരൊറ്റ വിളിയാണ്. മെക്സവൻ കൂട്ടായ്മയ്ക്കെതിരായ പ്രചാരണത്തിന് കാന്തപുരം സ്ത്രീകളെ ആയുധമാക്കുകയാണ്. മനുഷ്യരെ ഏതു നൂറ്റാണ്ടിലേക്ക് കൊണ്ടുപോകാനാണ് മതപണ്ഡിതർ ശ്രമിക്കുന്നത്? ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് പറഞ്ഞതിനെ അധികരിച്ചുകൊണ്ടാണ് PG സുരേഷ് എന്നോട് ഈ ചോദ്യം ചോദിച്ചത്. അതാ നിന്റെ വിഷമം അല്ല പിന്നെ? ഷിനാസ് ഏത് സംഘടനയെ പ്രതിനിധീകരിക്കുന്ന ആളാണ് എന്നറിഞ്ഞ കൊള്ളായിരുന്നു. ഒരു അധ്യാപകനാണ്, ഇത്തരം കാര്യങ്ങൾ പഠിക്കുകയും സ്വതന്ത്രമായ അഭിപ്രായം പറയുന്നില്ല. സംഘടനയുടെ പ്രതികൾ മാത്രമല്ല ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അല്ല, ഈ സുരേഷ് എന്നെ വിളിച്ചത് ഇസ്ലാമിന്റെ ഒരു നിയമം പറയാൻ, അതിനെ അധികരിച്ച് സംസാരിക്കാൻ വേണ്ടിയാണല്ലോ വിളിച്ചത്. അപ്പൊ അതിന് മുമ്പ് തന്നെ ഇസ്ലാമിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇസ്ലാമിനെ കുറിച്ച് പഠിച്ച ഒരാളാണല്ലോ നിങ്ങൾ ഈ ചർച്ചയ്ക്ക് വിളിച്ചത്. അപ്പൊ ഇസ്ലാമിനെ കുറിച്ച് മുഴുവൻ കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. ഇസ്ലാമിന്റെ വാക്താവ് ഇത് തന്നെയാണ് ഇസ്ലാമിന്റെ മുഖമെന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് അദ്ദേഹത്തിന്റെ സംഘടന ഏതാണ്, പ്രസ്ഥാനം ഏതാണെന്ന് ഞാൻ ചോദിച്ചത്. സ്വതന്ത്രമായി പഠിക്കുകയും അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യുന്നവരും ഈ ചർച്ചയുടെ ഭാഗമാണ്. അതായത് ഇവരുടെ ഒരു സ്ഥിരം രീതി, ഇതൊക്കെ പറയാൻ ഞങ്ങളെപ്പോലെ പഠിച്ച ആളുകളുണ്ട്, പഠിച്ച ആളുകൾ ഇത് പറയുമോ അതുമില്ല, പണ്ഡിതരാണ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് എന്നൊരു ധ്വനി അവിടെ വരുത്തി വെച്ചുകൊണ്ട് ഞങ്ങളാണ് ഇതിൻ്റെ മുതലാളിമാരെന്ന് പറയുന്നു. നിങ്ങൾ ആദ്യം ഓർക്കുക, ഇസ്ലാമിൽ പണ്ഡിതർ എന്ന് പറയുന്ന ഒരു സാധനത്തിന് ഒരു വിലയില്ല, പുല്ല് വിലയില്ല. ആർക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് മതത്തിൻ്റെ നേതാവായിട്ട് മാറാം എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു രീതി. ഞങ്ങളാണ് കാര്യങ്ങൾ തീരുമാനിക്കുക എന്ന് പറഞ്ഞാൽ അത് പള്ളി പറഞ്ഞാൽ മതി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് പറഞ്ഞ നിലപാട് ഇസ്ലാമിന്റെ നിലപാടാണ്. എന്നെ കൊല്ലാക്കൊല ചെയ്യാതെ രാജപ്പ. ഇസ്ലാമിന്റെ ഏതൊരു വിഷയത്തെക്കുറിച്ചും ഇസ്ലാമിന്റെ നിലപാടെന്ന് പറഞ്ഞ ഒരു അപകടത്തെ മാത്രം, അഥവാ അതിന്റെ ഭാവിയിൽ വന്നു ചേരാനുള്ള ഒരു അപകടത്തെയും കൂടെ കണക്കിലെടുത്തുകൊണ്ടാണ് ഇസ്ലാം ഏതൊരു വിഷയത്തിലും നിലപാട് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം സ്ത്രീയും പുരുഷനും, അന്യ സ്ത്രീയും പുരുഷനും, അഥവാ വിവാഹം കഴിക്കാത്ത ഒരു സ്ത്രീയും പുരുഷനും ഒരിടത്ത് തനിച്ചാവുക എന്നുള്ളത് ഇസ്ലാം അത് വിലക്കുന്നുണ്ട്. അത് തെറ്റാണെന്ന് പറയുന്നുണ്ട്. ഭയങ്കരം തന്നെ. ഇത് ചെറുത്ത് ഇതാണ് താലിബാൻ ചെയ്യുന്നത്, ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്, ഇതാണ് സമസ്ത ചെയ്യുന്നത്. ഇത് സമ്മതിക്കില്ല. ഇന്നിപ്പോ ഇങ്ങനെ വരുന്ന സമയത്ത് ഞങ്ങൾ ഇസ്ലാം ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് മറിയുകയും ചെയ്യും. സത്യത്തിൽ അവർ തെറ്റിലേക്ക് ഏർപ്പെട്ടിട്ടില്ല. പക്ഷെ ആ തെറ്റിലേക്ക് ഏർപ്പെടാനുള്ള വഴിയെ കൂടി ഇസ്ലാം നേരത്തെ തന്നെ അതിലൊരു ജാഗ്രത വേണം എന്നുള്ളത് കൊണ്ടാണ് അത് തെറ്റാണെന്ന് പറയുന്നത്. പണ്ടാരാണ്ടോ പറഞ്ഞ പോലെയാ നിന്റെ കാര്യം. എന്തിനാണപ്പാ എന്നെ തല്ലണ? ഞാൻ ഏതായാലും ഗുണം പിടിക്കില്ല. ഇടയ്ക്ക് ഷിനാസ് പലതും പറഞ്ഞു. ഞാൻ ചോദ്യത്തിന് ഉത്തരമായില്ല. എന്ന പ്രയോഗം നിങ്ങൾ നടത്തുമ്പോൾ ഞാൻ ചോദിച്ചത് പൊതുസ്ഥലത്ത്, അത് കടപ്പുറമാകാം, ഒരു ഗ്രൗണ്ട് ആകാം, അവിടെ 50 വയസ്സ് കഴിഞ്ഞവരിൽ ഭൂരിപക്ഷം പേര് അല്ലെങ്കിൽ വിവിധ പ്രായത്തിലുള്ളവരായിക്കോട്ടെ, അവരൊരു മാസ് ഡ്രില്ല് നടത്തുന്നു. അവരവരുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി വ്യായാമം ചെയ്യുന്നു. എനിക്ക് ആ വിഷയത്തിൽ പറഞ്ഞു വരാൻ നിങ്ങൾ അവസരം തരൂ. ഞാൻ അങ്ങോട്ടാണ് പറഞ്ഞു വരുന്നത്. അഭിനവ നവോത്ഥാന നായകർ എന്നൊക്കെ പറഞ്ഞു വരുന്ന ആളുകൾ കാന്തപുരം സ്ത്രീകൾക്ക് വേണ്ടി ചെയ്തതോളം എന്തെങ്കിലും ഒന്ന് പറയാൻ കഴിയും? എന്തെങ്കിലും ഒന്ന് പറയാൻ കാണൂ? കാന്തപുരം ഉസ്താദ് എന്തെല്ലാം വിദ്യാഭ്യാസ വിപ്ലവങ്ങൾ അദ്ദേഹം ഉണ്ടാക്കി, സ്ത്രീകൾക്ക് വേണ്ടി എന്തെല്ലാം സംവിധാനങ്ങൾ അദ്ദേഹം ഉണ്ടാക്കി. ഞാൻ കാന്തപുരത്തിന്റെ ജനുവിനിറ്റിയെ കുറിച്ചല്ല താങ്കളോട് ചോദിച്ചത്. ഇന്ന് ഇവിടെ ഇരുന്നിട്ട് പറയുന്നത് സ്ത്രീകൾക്ക് എന്തെല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്നുള്ളത്. പക്ഷെ നിങ്ങൾ ഇതായിരുന്നില്ല പറഞ്ഞിരുന്നത്, ഇതായിരുന്നില്ല ചെയ്തിരുന്നത്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞതിനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട്, മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാമെന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കില്ല. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനത്തെ അടിമുടി മാറ്റിയാലല്ലാതെ ഈ സാധനം മുന്നോട്ട് പോവില്ല എന്നുള്ളത് തന്നെയാണ്. അന്യ സ്ത്രീയും പുരുഷനും ഇടകലർന്നുകൊണ്ടുള്ള ഏത് തരത്തിലുള്ള വിക്രയങ്ങളാണെങ്കിലും ഇസ്ലാം അതിനെ എതിർക്കുന്നു എന്നുള്ളതാണ്. ഇസ്ലാം അത് തെറ്റാണെന്ന് പറഞ്ഞു. ആ നിലപാട് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് പറഞ്ഞത് തന്റെ അണികളോടാണ്. എന്ത് ചെയ്യാം, ഹതഭാഗ്യരായ ഇവർക്ക് ദൈവം തലച്ചോറ് കൊടുത്തില്ല, അതിന്റെ പേരിൽ ബുദ്ധിയുമില്ല. ഒരു നിമിഷം, എന്റെ ഒരു സംശയം. ഒരു തിയേറ്ററിൽ സിനിമ കാണാൻ പോകുന്നു, അവിടെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേക ഇരിപ്പിടമുണ്ടോ? NCCയിൽ കുട്ടികൾ ഒന്നിച്ച് മാസ് ഡ്രില്ല് നടത്തുന്നു, അവിടെ ആണും പെണ്ണും ഒന്നിച്ച് നിന്ന് പ്രാക്ടീസ് ചെയ്ത പ്രശ്നമുണ്ടോ? നമ്മുടെ പോലീസിൽ പരേഡ് നടക്കുന്നു, നമ്മുടെ സൈന്യത്തിൽ പരിശീലനം നടക്കുന്നു. ഇവിടെയൊക്കെ പുരുഷന്റെ സാന്നിധ്യത്തിൽ ഒരു പൊതുസ്ഥലത്ത് ഒരു സ്ത്രീ വ്യായാമം നടത്തുകയോ അല്ലെങ്കിൽ ഒരു പരേഡ് പ്രാക്ടീസ് ചെയ്യുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതോടുകൂടി അവർ മതവിരുദ്ധരായി മാറിയോ?
ശ്രദ്ധിച്ചോണം, എന്നെ നാറ്റിക്കരുത്. നാറ്റിക്കില്ല ആകെ നാറിയിരിക്കില്ല പിന്നെന്തോ. മിങ്കിൾ ചെയ്തിട്ടുള്ള ഏതൊന്നും ഇസ്ലാമിന്റെ അഭിപ്രായത്തിൽ അത് ഭൂഷണമല്ല എന്ന് ഇസ്ലാം നിലപാടാണത്. അത് ഇസ്ലാമിന്റെ നിലപാടാണ്. ആ നിലപാട് തെറ്റാണോ ശരിയാണോ എന്നൊക്കെ നിങ്ങൾക്ക് വിലയിരുത്താൻ നിങ്ങൾക്ക് അഭിപ്രായമുണ്ട്. അത് അനുവർത്തിക്കാനുള്ള അഭിപ്രായം ഞങ്ങൾക്കുണ്ട്. അല്ല, അപ്പൊ എന്റെ സംശയം ശരിയല്ല, താങ്കൾ പറഞ്ഞത് ഞാൻ കേട്ടു. എന്റെ സംശയം, ഒരു ഓഫീസിൽ ഒന്നിച്ച് ജോലി ചെയ്യുന്നു, ഒരു തിയേറ്ററിൽ ഒന്നിച്ചിരുന്ന് സിനിമ കാണുന്നു, എങ്ങനെയാണ് തിയേറ്റർ അവരൊക്കെ ഇസ്ലാം അല്ല, അവർക്ക് മതത്തിന് പുറത്താണ്. തെറ്റായ അല്ല കല മുസ്ലിം അല്ലെന്നല്ല, അത് കൊണ്ടുപോകാൻ തെറ്റായ ഉരുണ്ട് കളിക്കൊന്നും വേണ്ട. സ്ത്രീകളെ കുറിച്ച് ഇസ്ലാമിന്റെ നിലപാടെന്താ? ഖൈറു മത്താഇ ദുനിയ അൽ മർഅതു സാലിഹ, ഏറ്റവും ഉത്തമരും ഉദാത്തവരും ഈ ഭൂമിയിൽ പുരുഷനേക്കാളേറെ സ്ത്രീയാണ് എന്ന് അവർക്ക് അത്രയും വലിയ മഹത്വം പറഞ്ഞു വെക്കുന്നതാണ് പരിശുദ്ധ ഇസ്ലാം. മുഹമ്മദ് നബി വേറെ ഒരു സാധനം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എൻ്റെ വീക്ക്നെസ് എന്തൊക്കെയാണ് എന്ന് പറഞ്ഞിട്ട് മുഹമ്മദ് നബി എണ്ണിയിട്ടുള്ളത് 1 പെർഫ്യൂം, 2 പെണ്ണുങ്ങൾ എന്നും കൂടിയാണ്. എല്ലാം പറയണ്ട ഉസ്താദെ. അല്ല, താങ്കൾ പറഞ്ഞത് അവരൊന്നും ഇസ്ലാം അല്ലാതാകുന്നില്ല, പക്ഷെ അത് പാപമാണ്, തെറ്റാണ്. ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് തെറ്റാണ്. അത് പറയാൻ വേണ്ടിയാണ് ഞങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത്. എന്ത് ചെയ്യാനാ ലോറൻസ്, അവനും നിന്നെ പോലെ വിവരമില്ലാത്തവനായി പോയില്ല. മിക്സഡ് ഡബിൾസിൽ സാനിയ മിർസയും ബൊപ്പണ്ണ സഖ്യവും അതേപോലെ പലരും രാജ്യത്തിന് മെഡൽ വാങ്ങി തന്നതിന് ശേഷമുള്ള കാലത്താണ് നമ്മളിരുന്ന് സംസാരിക്കുന്നത്. മതനിയമം നിലനിൽക്കുന്ന രാജ്യങ്ങളടക്കം അംഗീകരിച്ച് മുസ്ലിമാണ്, സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ ആയോധന കലകളിലോ അല്ലെങ്കിൽ കായിക അഭ്യാസങ്ങളിലോ ഒന്നിച്ചു പങ്കെടുക്കുന്നത് നിയമപരമായി ശരിയെന്ന് നിലനിൽക്കുന്ന ഒരു ലോകക്രമത്തിൽ ഇരുന്നു കൊണ്ടാണ് അത് മതശാസന അതിന് വിരുദ്ധമാണ് എന്ന് നിങ്ങൾ പറയുന്നത്. എന്റെ യുക്തിയാണ് ചോദിച്ചത്. പറയുന്നതിന് നിങ്ങൾക്ക് അവകാശം ഉണ്ടായിരിക്കും, പക്ഷേ എന്ത് യുക്തിയുടെ അടിസ്ഥാനത്തിൽ, എന്ത് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ? നിങ്ങൾ അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ ഈ പറഞ്ഞു വെക്കുന്നത് ഇസ്ലാം അല്ല, സുരേഷാനോട് ചോദിക്കുകയാണ്, ഇസ്ലാം കലകൾക്കും ആരോഗ്യ സംരക്ഷണ കായിക പദ്ധതികൾക്കും എതിരാണ് എന്നൊരു വാദം നിങ്ങൾക്കുണ്ടോ? അങ്ങനെ വല്ലതും ഉണ്ടോ? അങ്ങനെ എന്നോട് എന്തിനാ ചോദിക്കുന്നേ? ഇസ്ലാം ഒന്നിച്ച് മാസിൽ നടത്തിയാൽ അത് പാപമാണെന്ന് പറഞ്ഞ മതപണ്ഡിതരോട് ചോദിക്കൂ. അത് പാപമാണെന്നല്ല പറഞ്ഞത്. മിങ്കിൾ ചെയ്തിട്ടുള്ള സമ്മിശ്രമായി ആണും പെണ്ണും അന്യ സ്ത്രീയും പുരുഷനും മിങ്കിളായിട്ടുള്ള ഇടകലർന്നിട്ടുള്ള ഏതൊരു അഭ്യാസ മുറകളും തെറ്റാണെന്ന് പറഞ്ഞത്. അങ്ങനെ എങ്ങനെ മനുഷ്യർ ജീവിക്കും സാറേ? ഈ ഒന്നിച്ച് നിന്ന് അന്യ സ്ത്രീയും പുരുഷനും തമ്മിൽ ഇവർ ഈ ആരോഗ്യ സംരക്ഷണം നിലക്ക് കാണിക്കുന്ന ഈ പ്രക്രിയ, ഇത് ഈ വാട്സപ്പ് മുഴുവൻ ചെയ്യുന്നില്ലല്ലോ. അവരൊരു വ്യായാമമല്ലേ ചെയ്യുന്നുള്ളൂ. നിങ്ങൾ കാണുന്നില്ലേ? അതൊരു പൊതുവിടത്തല്ലേ? എടാ, ഞങ്ങളുടെ ഭാര്യമാരെ അത്തരം ഒരു കാര്യം ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് താല്പര്യമില്ല, അവർക്കും താല്പര്യമില്ല. ഞങ്ങൾക്ക് താല്പര്യമില്ല, അവർക്കും താല്പര്യമില്ല. അവർക്ക് താല്പര്യമില്ല എന്ന് ഞങ്ങൾ തീരുമാനിക്കും. ഇതാണ് അതിന്റെ താല്പര്യത്തിന്റെ പ്രശ്നം. ഇസ്ലാമിന്റെ അവർക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അത് അവരുടെ സ്വാതന്ത്ര്യം. നിങ്ങൾക്ക് താല്പര്യമില്ല, നിങ്ങൾ വിടാതിരിക്കുന്നത് നിങ്ങളുടെ സ്വാതന്ത്ര്യം. പക്ഷെ നിങ്ങൾ ഒരു മതത്തിന്റെ പേരിൽ, ഒരു പുരോഹിതന്റെ പേരിൽ, പുരോഹിത വചനത്തിന്റെ പേരിൽ അത് സമൂഹത്തിലേക്ക് സന്ദേശമായി താഴേക്ക് കൊടുക്കുന്നത് എന്തടിസ്ഥാനത്തിലെന്നുള്ളതുകൊണ്ടാണ് ചോദിച്ചത്. കേരളത്തിൽ 10-26% മുസ്ലിം പോപ്പുലേഷൻ ഉള്ള ഒരു സംസ്ഥാനമാണ്. ഇന്ത്യയിൽ തന്നെ നമ്മൾ പോപ്പുലേഷൻ ഷെയർ നോക്കിയാൽ ഏറ്റവും കൂടുതൽ മുസ്ലിം മതവിശ്വാസികൾ താമസിക്കുന്ന ഒരു നാടാണ്. അവിടെ മുസ്ലിം മതപണ്ഡിതർ പറയാണ്, ആണുങ്ങളുമായി സംസാരിക്കുന്നത് പോലും അദ്ദേഹം പറഞ്ഞ അങ്ങനെയാണ്, ഭൂമിയിൽ ജീവിക്കുന്നത്, കൂടുതൽ സംസാരിക്കുന്നത്, ഇടപഴകുന്നത്, ഒരു വ്യായാമം ഒരു ഗ്രൗണ്ടിൽ ഒന്നിച്ച് ചെയ്താൽ അത് നിങ്ങളുടെ മതവിശ്വാസ പ്രകാരം പാപമാണെന്നാണ് നിങ്ങൾ പഠിപ്പിക്കുന്നത്. ഇത്രയും കാലം ഞങ്ങളൊക്കെ ജീവിച്ചല്ലോ എന്ന് ചോദിക്കുന്ന ആ ചോദ്യം ഇത് തന്നെയാണ് നമ്മളെ താലിബാൻ ആങ്ങളമാരും ചോദിക്കുന്നത്. ഞങ്ങൾക്കിത് പറ്റുമല്ലോ, ഞങ്ങളുടെ സ്ത്രീകൾക്ക് കുഴപ്പമില്ലല്ലോ, പിന്നെ നിങ്ങൾക്ക് എന്താ പ്രശ്നം? ഇതാണ് അവർ ചോദിക്കുന്നത്. ആഹ്വാനത്തെ കുറിച്ച് മാത്രമാണ് ചോദിച്ചത്. പുരുഷനും മിങ്കിളായിട്ടുള്ള ഏത് ക്രയവിക്രയങ്ങളും ഇസ്ലാമിന്റെ ദൃഷ്ടിയിൽ നിഷിദ്ധമാണ്. ഇസ്ലാമിന്റെ ദൃഷ്ടിയിൽ നിഷിദ്ധമാണ്. അത് 6-ാം നൂറ്റാണ്ടെന്നോ 5-ാം നൂറ്റാണ്ടെന്ന് പറഞ്ഞാലും ഇസ്ലാമിന്റെ കാഴ്ചപ്പാടാണത്. ഇതിൽ അങ്ങനെയൊക്കെ ഉണ്ടോ? പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് അങ്ങനെ. ഇതാണ് നമ്മൾ പറയുന്നത്. താലിബാൻ ആയാൽ ഇങ്ങനെ വേണം, സോറി ഉസ്താദ്മാരായാൽ ഇങ്ങനെ വേണം. ഞാനൊരു വലിയ സംഭവം അല്ലേ? താലിബാൻ പറയുന്നത് എന്താണ്? പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം വേണ്ട, ഇത്ര വയസ്സ് വരെ വിദ്യാഭ്യാസം നേടിയാൽ മതി. അവർക്ക് ശബ്ദിക്കാൻ പോലും പാടില്ല. അവരുടെ ശബ്ദം പോലും പുരുഷനെ പ്രലോഭിപ്പിച്ച് കളയും എന്ന മട്ടിലാണ്. ഏത് മതജന്മി ഇങ്ങനെ പറഞ്ഞാലും ഇത് മറ്റൊരർത്ഥത്തിലുള്ള താലിബാനിസമാണ്.
കഷ്ടം. ഇസ്ലാമിന്റെ ഭരണം ഏറ്റെടുക്കാൻ വേണ്ടി ആരും അധികാരം കൊടുത്തിട്ടില്ല. ഇതൊക്കെ വ്യത്യസ്തമായ സംഘടനകളാണ്. ഓനെ ഇടുന്ന് അടിച്ചറക്കാലേ ഈ കുടുംബത്തിന് രക്ഷയുള്ളൂ. ഇസ്ലാമിന്റെ പേര് പറഞ്ഞ് പുരുഷന്മാർക്കൊന്നും ഇതൊന്നും ബാധകമല്ല. സ്ത്രീകൾ പുറത്തു പോയാൽ അഴിഞ്ഞാട്ടക്കാരികളായി, ഒരുമിച്ചിരുന്നാൽ അവര് ലൈംഗികമായി ബന്ധപ്പെടും. എന്തൊക്കെയാണ് ഇവർ? അത്രക്കും മാനസിക രോഗികളാണോ ആൺകുട്ടികളും പെൺകുട്ടികളും? നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് എന്താണ്? ഈക്വാലിറ്റി, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ പാടില്ല എന്ന് പറയുമ്പോൾ ഇവിടെ അതിന് വഴിവെക്കുന്ന മതമായിട്ട് ഇസ്ലാം വരികയാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ എതിരെ നിൽക്കുന്ന മതമായിട്ട് വരികയാണ്. അവിടെയാണ് നമ്മളിത് പറയേണ്ടി വരുന്നത്. സ്ത്രീ പുരുഷന്മാരെന്ന് പറഞ്ഞാൽ മാനുഷികമായ ഒരു ബന്ധമില്ലേ, സൗഹൃദമില്ലേ? അവരുടെ സൗഹൃദത്തെ പോലും കടിഞ്ഞാണിടുന്ന രീതിയിലാണ് ഇവർ ഈ ഓരോരോ പ്രഖ്യാപനങ്ങൾ നടത്തുന്നത്. തലയ്ക്ക് സുഖമില്ലാണ്ടായ എന്താ ചെയ്യാ? പ്രസവത്തിനെടുക്കാൻ പറ്റില്ല സ്ത്രീകള്. അതുപോലെ തന്നെ മാസക്കുളി വന്നാൽ സ്ത്രീകൾക്ക് ആർത്തവം ഉണ്ടായി കഴിഞ്ഞാൽ വേറെ വിവാഹം നടത്തണം. ഇതൊക്കെ പുരുഷന് മാത്രമുള്ള ഒരു കാര്യമാണ്. പുരുഷൻ്റേത് മാത്രമാണ്. ലൈംഗികതയായാലും മറ്റെന്തായാലും എല്ലാ സ്വാതന്ത്ര്യവും പുരുഷന് വേണ്ടി മാത്രമുള്ളതാണ്. നേരത്തെ ഷിനാസ് പറഞ്ഞ പോലെ ഇതെല്ലാം തന്നെ പുരുഷാധിപത്യ മതാധിപത്യ വ്യവസ്ഥിതിയുടെ ഭാഗമാണ്. ഇപ്പൊ സ്ത്രീകൾ വളരെയധികം ബഹുമാനിക്കപ്പെടുന്ന മതമാണ് ഇസ്ലാം എന്ന് പറയുമ്പോൾ മിലിറ്ററിയിൽ പോകുന്നതിനെ കുറിച്ച്, സ്പോർട്സ് ഐറ്റത്തിനെ കുറിച്ച് പറഞ്ഞു. ഇതിലെല്ലാം നമ്മൾ കൈവരിക്കുന്ന ഉന്നമനങ്ങൾ അല്ലെങ്കിൽ അവർക്ക് വെച്ച് നീട്ടുന്ന ഈക്വൽ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് മുഴുവൻ നിഷിദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിലേക്ക് സ്ത്രീകളെ തടയുന്ന പണി ഇതല്ലേ ഇവർ ചെയ്യുന്നത്? ഇത് തന്നെയല്ലേ താലിബാൻ ചെയ്യുന്നത്? ചുമ്മാ തന്റെ നാട് ഒന്നാമത്തത്. സ്ത്രീയും പുരുഷനും ഒരു സ്ഥലത്താവാൻ പാടില്ല. അത് പുരുഷനിൽ ലൈംഗിക ഉത്തേജനം അല്ലെങ്കിൽ പ്രചോദനം ഉണ്ടാക്കും എന്നൊക്കെ പറയുമ്പോൾ വാസ്തവത്തിൽ അത്തരം ഉത്തേജനം ഉദ്ദീപനം ഉണ്ടാവുന്ന പുരുഷന്മാരുണ്ടെങ്കിൽ അവർ വാസ്തവത്തിൽ പേപ്പട്ടികളല്ലേ? അപ്പൊ പേപ്പട്ടികളെ കെട്ടിയിടുന്നതിന് പകരം സ്ത്രീ സമൂഹത്തെ മൊത്തം കെട്ടിയിടുകയാണോ വേണ്ടത്? താടി, തലപ്പാവ്, ഹിജാബ്, നിക്കാബ് പോലുള്ള മതചിഹ്നങ്ങൾ മാത്രമാണ് ഈ മതമെന്നും മതത്തിൽ ഉല്ലാസമോ ആനന്ദമോ വ്യായാമമോ ഒക്കെ അതൊക്കെ ഉല്ലാസവും ആനന്ദവും വ്യായാമവും ഒക്കെ ഈ ഇസ്ലാം മത അനുയായികൾക്ക് അന്യമാണെന്നു. അതുകൊണ്ടാണ് ആർ മുസ്ലിം സോ ബോറിംഗ് എന്ന് സിയാവുദ്ദീൻ സർദാർ ചോദിച്ചത്. സിനിമ എന്ന കലാവിഷ്കാരത്തെ ഇസ്ലാം തിരസ്കരിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, വിഷനിലൂടെ മനുഷ്യൻ കാണുന്ന പലതും മനുഷ്യന്റെ ഹൃദയത്തിൽ നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കും എന്നുള്ളതാണ്. ഇസ്ലാം കലകൾക്കും ആരോഗ്യ സംരക്ഷണത്തിനും സാഹിത്യത്തിനും എതിരല്ല, മനുഷ്യർക്ക് അനുഗുണമാകണം. എങ്ങനെയുണ്ട്? അല്ല, ഓരോ കലാസൃഷ്ടിയും ഓരോ സമൂഹത്തെ സ്വാധീനിക്കുന്നുണ്ട്. സിനിമ പാപം അധാർമികത ചിന്ത ചെയ്യാൻ പ്രേരിപ്പിക്കും എന്നുള്ള താങ്കളുടെ വാദമാണ്. ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, ഈ പുരോഹിതരൊക്കെ ഇതേപോലെ സോഷ്യൽ മീഡിയ ഹാൻഡിലൂടെ ഒക്കെ നടത്തുന്ന ആഹ്വാനം അതേപോലെ ഇവിടുത്തെ ജനങ്ങൾ അങ്ങോട്ട് നിറവേറ്റാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ ഇത് ഏത് രാജ്യമായി മാറുമായിരുന്നു? നിങ്ങൾ പിന്നെ നാണക്കെടുത്തി. ഔദാര്യമല്ലല്ലോ. മനുഷ്യൻ ഇത്ര ദുർബലാണോ ശ്രീ സുഹ്രി? ഇങ്ങനെ എന്തെങ്കിലും ഒരു കലാരൂപം കണ്ടാൽ, ഒരു നിഴൽവട്ടം കണ്ടാൽ, ഒരു ശബ്ദം കേട്ടാൽ അപ്പൊ തന്നെ അവന്റെ സ്വത്വവും അവന്റെ നിയന്ത്രണവും ഒക്കെ പോകുന്ന അത്ര ദുർബലാണോ മനുഷ്യൻ? ആളുകൾ തിരസ്കരിക്കുന്നു എന്ന് സുരേഷ് സാർ ഹൈന്ദവ സംസ്കാരത്തെ, ഹൈന്ദവ മതത്തിനെ നോക്കി അതിനകത്ത് നല്ലൊരു ശതമാനം ആളുകളും ഈ ലിബറലായിട്ട് നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? അതിന് കൃത്യമായ ഒരു സ്ട്രക്ചർ ഇല്ലാത്തത് കൊണ്ടാണ്. ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണെന്ന് എനിക്കിപ്പോ മനസ്സിലായി. ഏത് മതത്തിൽ നിന്നാണെങ്കിലും മനുഷ്യനെ പുരോഗതിയിലേക്ക് നയിക്കുന്ന കാലത്ത് മതവിശ്വാസത്തെ ബഹുമാനിക്കുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള പിന്തിരിപ്പൻ വാദങ്ങൾ നിരത്തി കഴിഞ്ഞാൽ അത് ചർച്ച ചെയ്യപ്പെടും. ചർച്ചയൊക്കെ ചെയ്യുമ്പോൾ കുറേ സാധനങ്ങളൊക്കെ വിട്ടുവീഴ്ച മനോഭാവത്തോടുകൂടി കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കേണ്ടി വരുന്നുണ്ട്. നിർബന്ധിതാവസ്ഥയാണ്. അതിന് വഴിവെക്കുന്നത് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളാണ്. ഇതാണ് ഇവർക്ക് ഉണ്ടാക്കുന്ന മാറ്റങ്ങളുടെ ഒരു പ്രധാന കാരണം. അല്ല എന്നുണ്ടെങ്കിൽ ഇവരെല്ലാവരും കൂടി ഈ ഇന്ത്യ കേരളത്തെ എന്താക്കിയിട്ടുണ്ടാവുമെന്ന് നിങ്ങൾ ആലോചിക്കാം. ഞാൻ ഏതെങ്കിലും ഒരു വിഭാഗത്തെ മാത്രമല്ല, ഏത് വിഭാഗമാണെങ്കിൽ പോലും അത്രമാത്രം ഒരു പുരോഗമനത്തിന്റെ ഒഴുക്ക് വരുമ്പോൾ അതിനെ തടഞ്ഞു നിർത്താൻ വാക്കുകൾ കൊണ്ടോ വചനങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും വാദങ്ങൾ കൊണ്ടോ സാധിക്കില്ല എന്നുള്ള കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പൊ എന്റെ മകള് സൗദി അറേബ്യയിലാണ്. അവള് കാറിന്റെ ലൈസൻസ് എടുക്കുന്നു, അവൾ കാർ ഓട്ടുന്നു, പല കാര്യങ്ങൾ ചെയ്യുന്നു. ഞങ്ങൾ കാലം മാറുന്നുണ്ട്. ഞാൻ ഈ മെക്സവനായിട്ട് ബന്ധപ്പെട്ട് പറയല്ല, സൗദിയിലെ മക്കയിലേക്ക് സ്ത്രീകൾ പുരുഷ സാന്നിധ്യമില്ലാതെ 21 വയസ്സ് തികഞ്ഞ സ്ത്രീകൾക്ക് പോകാൻ അവകാശം കൊടുത്ത രാജ്യമാണ് സൗദി. ആലോചിച്ച് നോക്കണം. അത് പണ്ഡിതന്മാർ മനസ്സിലാക്കുന്നുള്ള കരുതുന്നു ഞാൻ. മതവിശ്വാസം പാലിക്കാനും മതവിശ്വാസം പുലർത്താനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം നിലനിൽക്കുമ്പോൾ തന്നെ, വ്യക്തി നിയമങ്ങളെ നമ്മുടെ ഭരണഘടന അംഗീകരിക്കുമ്പോൾ തന്നെ ഈ രാജ്യത്തിന്റെ സുപ്രീം ഈ രാജ്യത്തെ ഭരണഘടനയാണ്. ഇതൊരു ജനാധിപത്യ പരമാധികാര റിപ്പബ്ലിക്കാണ്. അവിടെ ഭരണഘടനയാണ് സുപ്രീം. ആ ഭരണഘടന ഒരു മനുഷ്യന് നൽകുന്ന മൗലികമായ അവകാശങ്ങൾ എല്ലാവർക്കും ബാധകമാണ്. അതിന്റെ പുറത്ത് ഒരു തരത്തിലുള്ള തിട്ടൂരവും അടിച്ചേൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. കാലം മാറിയെന്ന് ഇത് പറയുന്നവർ
കരുതുന്നതായിരിക്കും നല്ലത്. ആ പോയിന്റിലേക്കാണ് നമ്മളുടെ സമൂഹം എത്തിച്ചേരുന്നത്. നിങ്ങൾക്ക് ആഹ്വാനമൊക്കെ നടത്താം, പക്ഷെ ഇവിടെ ഒരു ഭരണഘടനയുണ്ട്, ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ നൽകുന്ന ഒരു പരിരക്ഷയുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഒരു മതവും ചിറകുമിടർത്തി പറക്കാം എന്ന് വിചാരിച്ചാൽ നടപ്പിലാക്കാൻ നമ്മൾ സമ്മതിക്കില്ല എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് ഇതുപോലൊരു വിഷയത്തിൽ ഇത്ര പച്ചയ്ക്ക് ഇത് പറയാൻ ഒരു അവസരം ഉണ്ടാക്കി ഈ ഒരു അപ്രീസിയേഷൻ അത് ഏഷ്യാനെറ്റിന് കൊടുക്കുകയാണ്. എന്തായാലും കലക്കിട നിന്നെ ഞങ്ങൾ സമ്മതിച്ചു തന്നിരിക്കുന്നു.